എല്ലാവർക്കും യു.കെ. സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. ചാനലിനകത്ത് പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നുള്ളത്. അതിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓർഡറായിട്ട് ലഭിക്കുന്നതാണ്. ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പരമാവധി ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലോട്ട് കടക്കാം. ARR നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്യാഷ് ഫ്ലോ ടെക്നിക്കിനകത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് വരുന്ന ടെക്നിക്കിനകത്ത് ടൈം അഡ്ജസ്റ്റഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ടൈം അഡ്ജസ്റ്റഡ് ആണ്, അതായത് ടൈം വാല്യൂ ഓഫ് മണി കൂടി പരിഗണിക്കുന്ന മെത്തേഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഇതൊന്നും എന്ത് കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ എന്നുള്ള ഒരു ഭാഗം നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ എന്നുള്ളവിടെ പരിഗണിക്കുന്നില്ല. പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്താണെങ്കിലും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനകത്താണെങ്കിലും നമ്മൾ ടൈം വാല്യൂ എന്നുള്ള കാര്യം ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ആ ഒരു മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ എന്നുള്ളത്. ദ ഇനീഷ്യൽ എമൗണ്ട് ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് അസറ്റ് ടു ഇംപ്ലിമെൻറ്റ് എ പ്രൊജക്ട് ആൻഡ് ഇൻകം received from the project in future is given equal importance under the above two methods. അതായത് ഇവിടെ നമ്മൾ ടൈം വാല്യൂവിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ പരിഗണിക്കാതെ കൊണ്ടാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്താണെങ്കിലും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിനകത്താണെങ്കിലും പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും എന്താണ്, മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ is not equivalent to the value of money invested in today. അത് ഇന്നത്തെ ഒരു രൂപ എന്നുള്ളത് നാളത്തെ അല്ലെങ്കിൽ ഭാവിയിലെ ഒരു രൂപയ്ക്ക് തുല്യമാവണം എന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ വാല്യൂ ഓഫ് മണി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഈസ് നോട്ട് ഈക്വലൻറ്റ് ടു ദ വാല്യൂ ഓഫ് മണി ഇൻവെസ്റ്റഡ് ടുഡേ. നമ്മൾക്കൊരു 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു രൂപയും നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു രൂപയും തമ്മിൽ എന്താണ് വ്യത്യാസമുണ്ട്. ആ മണിയുടെ മൂല്യത്തിന് വ്യത്യാസമുണ്ട്. മറ്റൊരു ഇതിനകത്ത് പറയുകയാണെങ്കിൽ എ റുപ്പി ഇൻ ഹാൻഡ് നൗ ഈസ് മോർ വാല്യുബിൾ ദാൻ എ റുപ്പി ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ഇന്ന് കിട്ടുന്ന ഒരു രൂപ എന്നുള്ളത് ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു രൂപയേക്കാൾ മൂല്യമുണ്ട് എന്നാണ് ആ ഒരു ഭാഗത്തിനകത്ത് പറയുന്നത്. Cash in hand can be invested elsewhere and interest can be earned. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ ആ ഒരു മണിയുടെ ടൈം വാല്യൂ ആണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെത്തഡുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ എന്താണ് ടൈം വാല്യൂ, ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇഫ് 100 ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ആൻ ആനുവൽ ഇൻട്രസ്റ്റ് ഓഫ് ₹10%, then it will be ഇൻക്രീസ് ആസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ആ ഒരു ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കാം നിങ്ങളൊന്ന്. ഓക്കെ, അതായത് 100 രൂപ ടുഡേ ഇസ് ഈക്വലൻ്റ് ടു എന്നിട്ട് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു കോൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ് ഈ ഡിസ്കൗണ്ടിങ് എന്നുള്ള കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എന്നുള്ളതാണ് ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ എബോ എക്സാമ്പിളിനകത്ത് പറയുന്ന കോമ്പൗണ്ടിങ് ആണ്, ഇൻക്രീസ് ഇൻ ദ പ്രസൻറ്റ് വാല്യൂ ഇൻ ഫ്യൂച്ചർ എന്നുള്ളൊരു ഭാഗമാണ് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കോമ്പൗണ്ടിങ് എന്നുള്ളത്. ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ടിങ്ങിൻ്റെ ഓപ്പോസിറ്റാണെന്ന് ഡിസ്കൗണ്ടിങ് എന്നുള്ളത്. നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതായത് നമുക്ക് ഭാവിയിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണിയാണ് അതിന് കൂടുതൽ വാല്യുബിൾ എന്നുള്ളത്. അതിൽ ഒരു 10 രൂപ നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്നതും ഇന്ന് കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് കിട്ടുന്ന 10 രൂപയാണ് 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 10 രൂപയേക്കാൾ മൂല്യമുള്ളത്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ടൈം വാല്യൂ മണി എന്നുള്ള ഒരു ഭാഗത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്തുള്ള ആ ഒരു രീതിയാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഈ കാൽക്കുലേഷൻ്റെ ഭാഗങ്ങളൊന്നും എക്സാമിന് ചോദിക്കില്ല. കാരണം
ടേബിൾ വാല്യൂ നമുക്കൊന്ന് ടേബിളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിപ്പോൾ ടൈം വാല്യൂ മണി കണ്ടുപിടിക്കുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് 1 രൂപയുടെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ടേബിൾ, സെപ്പറേറ്റ് ടേബിൾ ഉണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കിയിട്ട് നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പലപ്പോഴും എക്സാമിന് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാകും. നമുക്ക് എളുപ്പത്തിൽ നമുക്കത് ആ ഒരു ഭാഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത്. ഈ ടൈം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുല ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് r റേസ് ടു n എന്നാണ് ഫോമുല എന്നുള്ളത്. r എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് ആണ്, n എന്ന നമ്പർ ഓഫ് ഇയേഴ്സ്. ആ ഒരു ഇതിനകത്ത് നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അത് അത്ര ഇതിനകത്തുള്ള പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്ക് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്സിനകത്ത് കുറേ മെത്തേഡ്സുകളുണ്ട്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ചെയ്യുമ്പോൾ ഉള്ള ഈ പ്രസൻറ്റ് വാല്യൂവിനകത്ത് ഉള്ള കുറേ മെത്തേഡുകളുണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഒരു കോമൺ ഫീച്ചേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇനി പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് നമുക്ക് ഇതാണ് ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, അതിനെ കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. ഓക്കെ, ബോത്ത് ക്യാഷ് ഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോ ആർ ഡിസ്കൗണ്ടഡ് ടു അസർട്ടൈൻ ദ പ്രസൻറ്റ് വാല്യൂ. ക്യാഷ് ഫ്ലോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. എല്ലാ വർഷവും 10,000 രൂപയാണെങ്കിൽ എല്ലാ വർഷവും അതിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ 10,000 ആവണമെന്നില്ല. കാരണം ഫസ്റ്റ് കൊല്ലം അതിന് 10,000-ൻ്റെ മൂല്യം ആവണമെന്നില്ല. സെക്കൻഡ് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം എന്ത് ചെയ്യും, കുറയും. തേർഡ് വർഷം കഴിയുമ്പം ഇയർ കഴിയുമ്പം ആ ഒരു 10,000-ൻ്റെ മൂല്യം എന്ത് ചെയ്യും, കുറയും. അത് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ ടേബിൾ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ദീസ് യൂസ് ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് നോട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, ക്യാഷ് ഫ്ലോ എന്നുള്ള കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ള ഒരു ക്യാഷ് ഫ്ലോ ആണ് പരിഗണിക്കുന്നത്. ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഇൻട്രസ്റ്റ് ഫാക്ടർ കൂടി ഇവിടെ ഇത് പരിഗണിക്കുന്നു. റെക്കഗ്നൈസിങ് ദ വാല്യൂ ഓഫ് ഏർലി ക്യാഷ് ഇൻഫ്ലോസ് കമ്പയർഡ് ടു ദ ലേറ്റർ ക്യാഷ് ഇൻഫ്ലോ എന്നുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്നുള്ള കാര്യം പരിഗണിക്കുന്നു. കൺസിഡർ ദ എൻ്റെ ക്യാഷ് ഫ്ലോ, ഒരു പ്രൊജക്റ്റിനകത്തുള്ള എൻ്റെ ക്യാഷ് ഫ്ലോ ഇവിടെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ അതിൻ്റെ തിയറി പാർട്ടുകളാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മളൊരു പേ ബാക്ക് പീരീഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ള ഒരു പേ ബാക്ക് പീരീഡ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡിസ്കൗണ്ട് ടെക്നിക്കിലൂടെ ഉപയോഗിക്കുമ്പം അതിനകത്ത് വരുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. എ മേജർ ഷോർട്ട് കമ്മിങ് ഓഫ് ദ കൺവെൻഷണൽ പേ ബാക്ക് മെത്തേഡ് ഈസ് ദാറ്റ് ഡസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി. കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള മെത്തേഡിനകത്ത് നമ്മൾ പേ ബാക്ക് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു പ്രോബ്ലമൊക്കെ ഒന്ന് രണ്ട് പ്രോബ്ലമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് എന്നുള്ള ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഇതൊരു മോഡിഫൈഡ് മെത്തേഡാണ്. ക്യാഷ് ഫ്ലോ ആർ ഫസ്റ്റ് കൺവേർട്ട് ഇൻ ടു ദ പ്രസൻറ്റ് വാല്യൂസ്. നമുക്കിപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 10 കൊല്ലം നമുക്കൊരു 10,000 രൂപ ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ ഈ 10 വർഷത്തെയുമുള്ള നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ കൂടി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോ എന്നുള്ള കറക്റ്റായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്യൂട്ടബിൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു. അതിനുശേഷമാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ആരോ ടു അസർട്ടൈൻ ദ പീരീഡ് ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ഔട്ട്ലേ ഓഫ് ദ പ്രൊജക്റ്റ്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്ത് പേ ബാക്ക് എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണ് ആ ഒരു ഡിസ്കൗണ്ടിങ് എന്നുള്ള കോൺസെപ്റ്റ്, പിന്നെ ഡിസ്കൗണ്ട് പേ ബാക്ക് എന്താണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഒക്കെ പറയാനുണ്ട്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ അതിൻ്റെ പ്രോബ്ലമൊക്കെ വരുന്നുണ്ട്. പ്രൊസീജിയർ അതോടൊപ്പം തന്നെ പ്രോബ്ലമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഈ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഡിസ്കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇതാണ് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഫോർമുല ഇതാണ്.
പക്ഷേ ഇത് പലപ്പോഴും ഇപ്പോൾ എക്സാമിനൊക്കെ ഈ ഡിസ്കൗണ്ടിനുള്ള ഒരു റേറ്റ് എന്നുള്ളത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ആ ഒരു റേറ്റ് തന്നിട്ടുണ്ടാവും. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് എങ്കിൽ, റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെങ്കിൽ അതിൻ്റെ എന്താണ് 1 വർഷത്തിൻ്റെത് 2 വർഷം 3 വർഷം എന്നുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിസ്കൗണ്ട് ഫാക്ടറാണ് ഇവിടെ. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ ഒരു വാല്യൂ തന്നിട്ടുണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരാവശ്യം മാത്രമേ വരൂ. അതിൻ്റെ പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മറ്റൊന്നും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.